ഗൈസ്, ദിസ് ഇസ് ഡേ 2. ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊരു ബേസിക് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വേണം. ഇത് ഈ ഒരു സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, പിന്നെ ഇതിനകത്ത് സ്കില്ലല്ല, വേറെ കാര്യം കൂടെ പറയുന്നുണ്ട്. അത് സ്കില്ലായിട്ട് എടുക്കണ്ട. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽ. കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽ എന്തിനാണ് വേണ്ടതെന്നറിയാം. നമുക്ക് കസ്റ്റമറിന് നമ്മുടെ പ്രൊഡക്റ്റ് ട്രസ്റ്റബിൾ ആക്കാനായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽ. ബിസിനസ് ആകുമ്പോൾ ഇഷ്ടം പോലെ പ്രോബ്ലം വരും. ഒരു പ്രോബ്ലം കഴിഞ്ഞ് തീരുന്നതിന് മുമ്പ് നെക്സ്റ്റ് പ്രോബ്ലം എന്തായാലും വന്നിരിക്കും. ഓക്കെ, ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റണം. ദെൻ അതിന് നമ്മുടെ തലച്ചോറിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ തൊലിക്കെട്ടി ഇല്ലാത്തൊരു കാര്യം നടക്കത്തില്ല. നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യണമെങ്കിൽ തന്നെ അല്ല, നമ്മൾ എന്തൊരു കാര്യത്തിനിറങ്ങണമെങ്കിൽ നമുക്ക് തൊലിക്കെട്ട് വേണം. നമ്മളിപ്പോൾ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടൈമിൽ എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മൾ കിട്ടണമെന്നില്ല, അത് ഫെയിലായി പോകും. ദെൻ ട്രൈ ചെയ്യണം. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന് നമുക്ക് തിരികെ തൊലിക്കെട്ടി വേണം. അത് നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് വേണം. ഓക്കെ, ദെൻ നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യണമെന്നാണെങ്കിലും ആ ഒരു പ്ലാനിങ് നമ്മളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് റൈറ്റ് ചെയ്ത് നോക്കണം. ഒരു നമ്മുടെ റൂമിൻ്റെ ഭിത്തിയിലോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് നമ്മുടെ ഒരു പ്ലാൻ, ആ പ്ലാനിങ് നമ്മൾ എഴുതി വെക്കണം. പിന്നെ ബുക്ക് വായിക്കണം, ഇഷ്ടം പോലെ ബുക്ക് വായിക്കണം. നമുക്ക് ആദ്യത്തെ ദിവസം ബുക്ക് വായിക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ ആ ബുക്ക് കണ്ടിന്യൂസ്ലി ജസ്റ്റ് മനസ്സിലാക്കി വായിച്ചാൽ മതി. നമ്മൾ ഇഷ്ടം പോലെ ബിസിനസ് പരമായിട്ടുള്ള ബുക്സ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ നോളജ് കിട്ടും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ചെയ്താൽ തന്നെ മിനിമം നോളജ് നമുക്ക് ബിസിനസ്സിനെ പറ്റി കിട്ടും. ഓക്കെ.